ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മളുടെ പുതിയ വെന്യൂവിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള HX5 വേരിയന്റ് ആണ്. മിഡ് വേരിയന്റ് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഈ ഒരു വേരിയന്റ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ലഭിക്കാൻ സാധ്യതയുള്ള വേരിയന്റും ഈ HX5 വേരിയന്റ് തന്നെയാണ്. കാരണം ഇതിൽ ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പ്രൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെയുള്ള വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസും ചെക്ക് ചെയ്യാം. 2025 മോഡൽ പുതിയ വെന്യൂവിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റും ഈ HX5 വേരിയന്റ് ആണ്. കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റ് ഈ HX5 വേരിയന്റ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ബ്രാൻഡ് ന്യൂ കാർ തന്നെയാണ് പുതിയ വെന്യൂ. പഴയ വെന്യൂവിൻ്റെ ഫേസ് ലിഫ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എഞ്ചിൻ മാത്രമാണ് പഴയ വെന്യൂവിൻ്റെ സിമിലർ ആയിട്ട് വരുന്നുള്ളൂ. മറ്റെല്ലാ ലുക്കും കാര്യങ്ങളും സൈസും എല്ലാം ബ്രാൻഡ് ന്യൂ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ്റ്ററിൻ്റെ ഒരു ലുക്കൊക്കെ നമുക്ക് ചില സമയത്ത് ഫീൽ ചെയ്യും. മറ്റേ ക്രെറ്റയുടെ ഒരു ലുക്കൊക്കെ ഫീൽ ചെയ്യും. ഒരു മിക്സ് ആൻഡ് മാച്ച് ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. ഇതിപ്പോൾ HX5 അതായത് ഒരു മിഡ് വേരിയൻ്റ് എന്ന് പറയാം. ശരിക്കും തേർഡ് വേരിയൻ്റ് ആണ്. നമ്മളുടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയൻറ്റും ഈ HX5 വേരിയൻ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് വാഹനം ബ്രാൻഡ് ന്യൂ എന്ന് പറയാനുള്ള ഒരു റീസൺ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് തന്നെയാണ്. കാരണം പഴയ വെന്യൂവിനേക്കാളും വലിപ്പവും നീളവും വീതിയും ഉയരവും എല്ലാം ഈ വാഹനത്തിന് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ ലെങ്ത് വരുന്നത് 3995 തന്നെയാണ്. അത് പഴയ വെന്യൂവിന് സിമിലറായിട്ട് കൊടുത്തിരിക്കുന്നു. വിട്ടാണെങ്കിൽ 1800, അതായത് പഴയ വെന്യൂവിനെക്കാളും 30 mm വിട്ട് ഈ വാഹനത്തിൽ കൂടുതൽ വരുന്നുണ്ട്. ഹൈറ്റ് ആണെങ്കിൽ 1665, പഴയ വെന്യൂവിനേക്കാളും 47 mm കൂടുതലാണ്. വീൽ ബേസിലാണ് ഒരു മാസീവായ ചേഞ്ച് വന്നിരിക്കുന്നത്. 2500 ആയിരുന്നു 2520 mm ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ സ്പേസും ഈ വാഹനത്തിൽ കൂടിയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ HX5 വേരിയൻറ്റ് ടോപ്പ് എൻഡിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് LED ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട് HX6 വേരിയൻറ്റ് തൊട്ട്. പക്ഷേ ഈ വേരിയൻറ്റിൽ നമ്മളുടെ എക്സ്റ്ററിലൊക്കെ കണ്ട മോഡൽ പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ കണക്റ്റഡ് DRL ഈ വേരിയൻറ്റിൽ വരുന്നില്ല. അവിടെ പകരം ഒരു ഗ്ലോസി സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ ഹ്യുണ്ടായുടെ ലോഗോ കാണാം. നമുക്ക് ആ ഒരു DRL ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഈ ടോപ്പിൽ നിന്ന് തൊട്ട് താഴെ വരെ വരുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സ് അത് ഹാലജനായിട്ടാണ് വരുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ലിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഗ്ലോസി ഗൺ മെറ്റൽ ഫിനിഷ് എന്നൊക്കെ പറയാം. ആ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പോർഷൻ്റെ അടിയിലാണ്. അതുകൊണ്ടൊരു റിഫ്ലക്ഷനൊക്കെ അതിനകത്ത് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഒരു സിൽവർ ഫിനിഷിൽ സ്കിപ്പായിട്ട് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്. 195 mm ആണ് ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയൻറ്റുകളും ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് വരുന്നത്. ഒരു വേരിയൻറ്റിലും നമുക്ക് ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ വാഹനത്തിൻ്റെ വലിപ്പം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. കമ്പാരിറ്റീവ്ലി വലിയൊരു വാഹനമായിട്ട് ഇപ്പോൾ പുതിയ വെന്യൂ മാറിയിട്ടുണ്ട്. വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് ഹൈപ്പർ സ്റ്റൈൽ വീൽസാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. അലോയ്സ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പോട് കൂടിയ വീൽസ് കൊടുത്തിരിക്കുന്നു. ആ വീൽ കപ്പിൻ്റെ കളർ ഒരു ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ടയർ സൈസ് 215/60R16 ആണ് ടയർ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ സെയിം ടയർ സൈസുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അലോയ്സിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. എൻ്റെ DCTയുടെ ബാഡ്ജിങ് കാണാം. മിറേഴ്സ് ഒരു ബ്രാൻഡ് ന്യൂ ലുക്കിലുള്ള മിറേഴ്സാണ് വരുന്നത്. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. കീലെസ് എൻട്രി ഇതിനകത്ത് വരുന്നുണ്ട്. റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൺറൂഫ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. റൂഫ് റിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ ഈ വാഹനത്തിന് ഒരു SUV ലുക്ക് കിട്ടാനായിട്ട് ഒരു ബോൾഡായിട്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നുണ്ട്. അത് ഈ ഒരു പോർഷനിലൊക്കെ ക്ലാഡിങ്ങിൻ്റെ കട്ടി കുറച്ച് കൂടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് നമുക്ക് ആക്സസറീസൊക്കെ ചെയ്ത് അത് സിൽവർ ഫിനിഷൊക്കെ ആഡ് ചെയ്ത് അതൊരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു പോർഷനാണ് ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈനിൽ കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് വെന്യൂ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ എന്ന് തന്നെ പറയാം. കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തൊരു ബാക്കാണ്. ഇപ്പോൾ ഈ വേരിയൻറ്റിൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നത് കാണാം. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗോഡ് ഒരു ഗ്ലാസ്സാണ്. വൈപ്പർ വാഷ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഹ്യുണ്ടായുടെ ലോഗോ കാണാം. വെന്യൂ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഒരു ഗ്ലാസിൻ്റെ അകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. അത് ജസ്റ്റ് ഈ ഒരു പോർഷൻ ജസ്റ്റ്
റിഫ്ലക്ടർ മാത്രമാണ്. ഇത് നമുക്ക് LED ആയിട്ട് ഇവിടെ ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു 3 പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതായത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും ഈ ഒരു 3 ലൈറ്റുകളാണ് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. ഇത് ടർബോ വേരിയൻ്റ് ആണ്, ഒരു ബാഡ്ജിങ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഇവിടെ അണ്ടർ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഹാലജനായിട്ടാണ് വരുന്നത്. ഈ വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. 375 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പാഴ്സലത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സീറ്റ് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. 60/40 സ്പ്ലിറ്റ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. സ്പെയർ വീല് വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിലൊക്കെ വരുന്ന 195, 65 or 15 ഇഞ്ച് വീൽസ് ആണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമാണ്. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് വശങ്ങളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെയാണ്. ഇനി ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറിലാണ് ഈ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക്, ഒരു വൈറ്റ്, ഇവിടെയൊക്കെ സിൽവർ ഫിനിഷ്, താഴെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ ടോൺ കളറിലാണ്. നമുക്ക് സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ഫോട്ടോ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് വിൻഡോൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ മിറർ ലോക്ക് ചെയ്യുമ്പോഴും ഓട്ടോ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഒരു പുതിയ ഡിസൈനിലാണ്. അത് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ്. ആ സീറ്റിൻ്റെ അപ്പോൾസറി തന്നെ നമ്മൾ ഇരിക്കുന്ന പോർഷൻ ഒരു ഡാർക്ക് കളറിലും നമ്മളുടെ ആ ഒരു സ്റ്റാൻഡ് പൊസിഷൻ നമുക്കൊരു വൈറ്റ് ഫിനിഷിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫ്യൂൽ ലോഡ് ഓപ്പൺ ചെയ്ത് താഴെ കൊടുത്തിരുന്നു. ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് പെഡൽ കാണാം. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. വെന്യൂ HX5 വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ. ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒരു പ്രീമിയം ഇൻറ്റീരിയർ എന്നും ഈ ഇൻറ്റീരിയറിനെ വിളിക്കാം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വലിയ 2 സ്ക്രീൻ ലേഔട്ട് തന്നെയാണ്. നമുക്ക് ഡ്രൈവറിനെ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ ഒരു ബ്രാൻഡ് ന്യൂ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. നമ്മൾ ആ ഒരു 4 ഡോട്ടായിട്ടുള്ള EVയിലൊക്കെ കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ബോട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് കൊടുത്തത്. 4 സ്പോക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ളതും ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. വലതുവശത്താണ് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കിയ സെറോസിലൊക്കെ കണ്ട ആ ഒരു സെയിം രീതിയിലേക്ക് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. നമുക്ക് പാഡ് ഷിഫ്റ്റേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. RPM മീറ്ററും സ്പീഡോമീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈസിലി കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവർ ഇൻപുട്ട് TPMS ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ പഴയ സ്ക്രീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലേഔട്ട് കാര്യങ്ങളൊരു ചേഞ്ച് വന്നു എന്നുള്ളതാണ്. പക്ഷേ ഫുള്ളി ഡിജിറ്റലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറയാം. ഒരു 12.3 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. Android Auto, Apple CarPlay വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ട്, ഫോൺ കണക്ട് ചെയ്യാനുള്ള, Android Auto കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിള്, സൗണ്ട്, ഡിവൈസ്, പിന്നെ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യാൻ, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് വരുന്നത്. അതിനകത്തൊരു ഡീസൻ്റ് ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോട് ക്യാമറയുടെ പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. സ്ക്രീനിൽ തന്നെ നമുക്ക് സെൻറ്റർ കൺസോളിലും പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ക്യാമറ ഡയറക്റ്റ്ലി വ്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് സെൻറ്റർ കൺസോളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ Android Auto ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല
പക്ക ക്ലാരിറ്റിയിൽ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനാണ്. 4 സ്പീക്കറും 2 ട്യൂട്ടറുമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു AC വെൻസ് കാണാം. അതിന് അകത്തെല്ലാം ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ ഒരു വൈറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ വെന്യൂ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. നമ്മൾ കാറിലൊക്കെയാണ് ഇങ്ങനെ ഒരു ബാഡ്ജിങ് ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മീഡിയയുടെ കൺട്രോളുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ കൺട്രോൾ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് AM, FM, സെർച്ച്, ഹോം, അങ്ങനെ അതിൻ്റെ ഒരു ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ 2 റോട്ടറി നോബ്സും നമുക്ക് കാണാം. അതിന് താഴെ മാനുവൽ AC കൺട്രോൾസ് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ഓട്ടോ AC ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതിന് താഴെയായിട്ട് നമുക്ക് 2 Type-C ചാർജിങ് പോർട്ട് കാണാം. അത് സ്വിച്ചബിൾ ആണ്. നമുക്ക് സ്വിച്ച് ചെയ്ത് ചാർജിങ് പോയിന്റ് ആക്കാം, അതല്ലെങ്കിൽ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആക്കാവുന്ന രീതിയിൽ സ്വിച്ചബിൾ ആയിട്ടുള്ള ഒരു പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്കിവിടെ Type-C ചാർജിങ് പോർട്ട് കാണാം. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. DCT ഗിയർ ലിവർ കാണാം. നല്ലൊരു ലെതർ ഫിനിഷോട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ആ വ്യൂ ബട്ടൺ, ആ ക്യാമറയുടെ വ്യൂ ബട്ടൺ കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഹ്യൂണ്ടായി ലോഗോൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു കീ എന്ന് വേണമെങ്കിൽ പറയാം. ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടൊരു ബ്രാൻഡ് ന്യൂ കീ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെന്റർ ആംറെസ്റ്റ്, അതിൻ്റെ മുകളിൽ സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. അകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. ക്വാർട്ടർ സൺവൈസസ് വരുന്നു. മിറർ ഉൾപ്പെടുത്തിയിട്ടില്ല. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. പിന്നെ എല്ലാവരുടെയും ആവശ്യമായ സിംഗിൾ ഡിൻ സൺറൂഫ് നമുക്ക് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചറും ഈ ഒരു ഗ്ലോ ബോക്സിൽ വരുന്നുണ്ട്. വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ആ ഒരു ലുക്കും ലേഔട്ടും തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, പാനൽ ഗ്യാപ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വന്ന ഫിറ്റ് ആൻഡ് ഫിനിഷ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ വെന്യൂ പഴയ വെന്യൂയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു വലിയ കാറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി തന്നെ ഡോറുകൾ വൈഡായിട്ട് തുറക്കുന്നുണ്ട്. ഡോർ പാഡൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ആ ഒരു ബ്ലാക്കിഷ് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോന്റെ കൺട്രോൾ, ഡോർ ഹാൻഡിൽസ് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 Type-C ചാർജിങ് പോർട്ടുകളാണ് വരുന്നത്. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. സെന്റർ ആംറെസ്റ്റ്, സെന്റർ ഹെഡ് റെസ്റ്റ് ഒന്നും വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് യൂസ് ഇല്ല എങ്കിൽ ഇവിടെ കണക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഹോളും ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. പഴയ വെന്യൂലെ ആളുകളുടെ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു ബാക്കിലെ ലെഗ് റൂം ഇല്ല, സ്പേസ് ഇല്ല എന്നുള്ളത്. ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ്റൂം കാണും. സൺറൂഫ് ഉണ്ടെങ്കിലും അതിൻ്റെ ഓപ്പണിംഗ് ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് വേറെ കൺസേൺസ് ഒന്നുമില്ല. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാം. അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഈ വാഹനത്തിൽ. ഇപ്പോൾ 3 പേർക്കൊക്കെ സുഖമായിട്ട് ബാക്കിലിരിക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അതും ഹാലജനായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാനായിട്ട് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേ വരുന്നില്ല. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. വെന്യൂവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS, അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വെന്യൂവിന്റെ ഈ വേരിയന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വാഹനത്തിന്റെ ബോഡി ഓവറോൾ ഒന്ന് സ്ട്രെങ്തൻ ആക്കിയിട്ടുണ്ട്. അതിന്റെ പിക്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് സൈറ്റിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ക്രാഷ് ടെസ്റ്റ് നടന്നിട്ടില്ല. ക്രാഷ് ടെസ്റ്റ് നടന്നാൽ 5 സ്റ്റാർ കിട്ടുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ അവിടെ യാതൊരു മാറ്റവും ഹ്യുണ്ടായി കൊണ്ടുവന്നിട്ടില്ല. 3 എഞ്ചിൻ ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. നമ്മുടെ 1.2 ലിറ്റർ കാപ്പ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, 83 HP ആണ് പവർ തരുന്നത്. 114 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം. അത് മാനുവൽ വേരിയന്റിൽ മാത്രമേ വരുന്നുള്ളൂ. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 18ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഒരു 13, 14, 15 ആ റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. ഈ വെന്യൂവിലെ ഓടിക്കാൻ ഏറ്റവും രസമുള്ള ഒരു എഞ്ചിൻ ഈ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ ആണ്. പക്ഷേ 120 HP ആണ് തരുന്ന പവർ. 172 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സുമായിട്ട് പെയർ ചെയ്തിട്ടാണ് വരുന്നത്. 20 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 15-16 ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്ന ഡീസലാണ്. നമ്മുടെ ക്രെറ്റയിലും അൽക്കസാറിലൊക്കെ കാണുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെ ഈ ഒരു ചെറിയ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ പവർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. 115 HP ആണ് പവർ. 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. വിത്ത്
6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്, അങ്ങനെ ഡീസലിൽ വെന്യൂവിൽ നമുക്ക് ഓട്ടോമാറ്റിക് വന്നു. ഈ HX5 വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വാഹനത്തിന്റെ മൈലേജ് ആണ് ഹൈലൈറ്റ്. കമ്പനി ഇപ്പോൾ 20ഒക്കെയാണ് ക്ലെയിം ചെയ്യുന്നുള്ളൂ. പക്ഷേ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് സിറ്റിയിൽ ഒരു 16-17 വരെയും ഹൈവേയിൽ ലോങ് ഡ്രൈവ് പോകുമ്പോൾ 20+ മൈലേജ് തരുന്ന ഒരു എഞ്ചിനാണ്. പുതിയ വെന്യൂവിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പുതിയ വെന്യൂവിൽ നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് ഡീസൽ അവൈലബിൾ ആണ്, ടർബോ പെട്രോൾ അവൈലബിൾ ആണ്, 1.2 വരുന്നുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ HX5 വേരിയന്റ് തൊട്ടിട്ടാണ്. ഇപ്പോൾ ബേസ് വേരിയന്റിന് ഇൻട്രൊഡക്ഷൻ പ്രൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 1.2 പെട്രോൾ എഞ്ചിൻ ഉള്ളതിന് 7,89,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,25,000 രൂപയ്ക്ക് ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളോട് കോമ്പറ്റ് ചെയ്യുന്ന പ്രൈസ് തന്നെയാണ് ബേസ് വേരിയന്റിന് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റ് തന്നെ നമുക്ക് 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. ആ വാഹനത്തിന് 8,79,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,23,000 രൂപ. ബേസ് വേരിയന്റിലെ ഡീസൽ അവൈലബിൾ ആണ്. ഡീസലിന് 9,69,000 രൂപയാണ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,33,000 രൂപയാണ് ബേസ് വേരിയന്റിന്, ബേസ് ഡീസൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി സെക്കൻഡ് വേരിയന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് HX4 വേരിയന്റ് ആണ്. അത് 1.2 പെട്രോൾ എഞ്ചിനിൽ മാത്രമേ വരുന്നുള്ളൂ. ആ വേരിയന്റിന് നിങ്ങൾക്ക് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 8,79,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,28,000 രൂപ. അപ്പോൾ 10,28 എൻ്റെ അഭിപ്രായത്തിൽ ബേസ് വേരിയന്റിന്റെ ടർബോ എടുക്കുന്നത് തന്നെയായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന HX5 വേരിയന്റ് ആണ്. എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനുകളും അവൈലബിൾ ആയിട്ടുള്ള വേരിയന്റ് ഈ HX5 വേരിയന്റ് ആണ്. ഈ വേരിയന്റിന് 1.2 പെട്രോൾ എഞ്ചിൻ മാനുവൽ, അതായത് അതിൽ ആ 1.2 പെട്രോൾ എഞ്ചിൻ മാനുവലിൽ മാത്രമേ വരുന്നുള്ളൂ. 9,15 എക്സ് ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,68,000 രൂപ. 1 ലിറ്റർ ടർബോ പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ 9,74,000 രൂപ എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,31,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് HX5 DCT ഓട്ടോമാറ്റിക് ആണ്. ഇതിന് 10,67 എക്സ് ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,70,000 രൂപ. അതായത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം നിങ്ങൾക്ക് 12,70 ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. എന്താണെങ്കിലും അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ ആക്സസറീസും കൂടി ചെയ്യേണ്ടി വരും. നമുക്ക് റൂഫ് റെയിൽസ് ഒക്കെ ചെയ്യേണ്ടി വരും, പാഴ്സൽ ട്രേ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു 13 ലക്ഷം വെച്ചോ, 13 ലക്ഷത്തിന് എല്ലാ ആക്സസറീസും ഉൾപ്പെടെ ഈ കാണുന്ന ഓട്ടോമാറ്റിക് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഈ HX5 നമുക്ക് ഡീസൽ വരുന്നുണ്ട്. ഡീസൽ മാനുവലിന് 10,64 എക്സ് ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,73. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിയുമ്പോൾ 11,58,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്, എക്സ് ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,84,000 രൂപ. അതായത് HX5 ഇത്രയും ഫീച്ചേഴ്സുള്ള ഡീസൽ ഓട്ടോമാറ്റിക് 13,84,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ആ ഒരു ബഡ്ജറ്റിന് അതൊരു ബെസ്റ്റ് വണ്ടി തന്നെയാണെന്ന് പറയേണ്ടി വരും. കാര്യം ആ ഒരു ബഡ്ജറ്റ്, അതായത് 13,84,000, 14 ലക്ഷം കൂട്ടിക്കോ ആക്സസറീസ് ഉള്ളൂ. 14 ലക്ഷം രൂപയ്ക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്, അതും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇത്രയും മൈലേജ് തരുന്ന ഒരു വാഹനം ഇപ്പോൾ വേറെ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത് 1.2 പെട്രോൾ എഞ്ചിനിലെ ടോപ്പ് എൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന HS6 വേരിയന്റ് ആണ്. ആ വാഹനത്തിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 10,70,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 12,79. പിന്നെ നമുക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ ടോപ്പ് എൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് HX8 വേരിയന്റ് ആണ്. ആ വാഹനത്തിന് അത് മാനുവലിൽ ടോപ്പ് എൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് HX8. അതിന് 11,80 എക്സ് ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 14,04,000 രൂപ. HX8 വേരിയന്റിൽ നമുക്ക് DCT ഗിയർ ബോക്സ് ഉള്ള വാഹനവും വരുന്നുണ്ട്. ആ വാഹനത്തിന് 15,27,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് HX10 ആണ്. അത് ഓട്ടോമാറ്റിക്കലി മാത്രമേ വരുന്നുള്ളൂ. ആ വാഹനത്തിന് 17,29,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ നമുക്ക് HX7 ആണ് ഡീസൽ മാനുവലിന്റെ ടോപ്പ് എൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആ വാഹനത്തിൽ 14,94,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഡീസലിൽ ടോപ്പ് എൻഡ് HX10 ഡീസൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ആ വാഹനത്തിന് 18,79,000 രൂപ. അതായത് നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന അത്രയും ഫീച്ചേഴ്സ് ഉള്ള അലോയ്സ് പോലെയുള്ള കാര്യങ്ങൾ വന്ന് 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന ആ ടോപ്പ് എൻഡ് വാഹനത്തിന് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ 19 ലക്ഷം രൂപ ആക്സസറീസ് ഉൾപ്പെടെ മുടക്കേണ്ടി വരും. പിന്നെ N-ലൈൻ വരുന്നുണ്ട്. N6 അതാണ് N-ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന്. N6ന് നമുക്ക് മാനുവലിന് 12,56, ഓട്ടോമാറ്റിക്കിന് 13,62 ഓൺ റോഡ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ
പ്രൈസ് കോമ്പറ്റന്റ് പ്രൈസ് തന്നെയാണ്, ഓവർ പ്രൈസ്ഡ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മളുടെ ബ്രസയുടെ പ്രൈസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു റീസണബിൾ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കാനായിട്ട് പറ്റും. ബ്രസയുടെ ZXi വേരിയന്റിന്റെ ഒക്കെ പ്രൈസിന് നിങ്ങൾക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക്കോ ZXi ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസിന് വെന്യൂവിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് ആയി താഴെ പ്രൈസിന് നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും. കാരണം സെഗ്മെന്റിലെ ഏറ്റവും ആളുകൾ കോമ്പീറ്റ് ചെയ്യുന്നത് ബ്രസയായിട്ടാണ്. ഇപ്പോൾ സൈസൊക്കെ നോക്കുകയാണെങ്കിലും ബ്രസേനേക്കാളും വലിപ്പമുള്ള, അതായത് വീൽ ബേസ് കൂടുതലുള്ള ഒരു വാഹനമാണ് നമ്മളുടെ വെന്യൂ. അതുകൊണ്ട് ബാക്കിലൊക്കെ അത്യാവശ്യം നല്ല സീറ്റിംഗ് കംഫർട്ടാണ് വെന്യൂവിന് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വെന്യൂവിൻ്റെ വീഡിയോ ആണ്. അത് HX5 തന്നെ കൊണ്ടുവരണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വേരിയൻ്റ് തന്നെ എടുത്ത് വീഡിയോ ചെയ്യാനായിട്ടുള്ള റീസൺ. ഫോർ മോർ ഇൻഫോ, വെന്യൂവിൻ്റെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണം ബുക്ക് ചെയ്യാനും ഡെലിവറി എടുക്കാനും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.